പിണറായിലേക്ക് വന്നാൽ പിണറായിലേക്ക് ഞാൻ ചേരാനായിട്ട് ഞാനിപ്പോൾ ആ ബന്ധം വളർന്നു. അതേ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയാൽ ഒരുപക്ഷെ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സംസ്ഥാനമായിട്ട് മാറും, രക്ഷപ്പെടും, ജനങ്ങൾ രക്ഷപ്പെടും എന്ന് തോന്നി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഇരട്ടച്ചങ്കനാണ്. ഞാനും മനസ്സിലാക്കിയപ്പോൾ വളരെ സത്യസന്ധനായിട്ടുള്ള, വളരെ ആർജവമുള്ള, ഏതും നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹമായിട്ട് ഇടപഴകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം ഈ ഇരട്ടച്ചങ്കനും സത്യസന്ധമായിട്ട് പറയുന്നു. ആദ്യം കയറിയ ദിവസങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും പ്രവർത്തനമൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹം തോന്നി ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് എനിക്കെന്തായാലും ഈ രാഷ്ട്രീയത്തിലിറങ്ങി ഈ കേരളത്തെ നന്നാക്കാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ ഇദ്ദേഹത്തിൽ കൂടി നമുക്ക് ഈ കേരളത്തെ രക്ഷപ്പെടുത്തിയെടുക്കുക, ആ ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ കൂടിയത്. അപ്പോൾ നമ്മൾ പറയില്ലേ ഈ അണ്ടിയോട് അടുക്കുമ്പോഴാണ് പുളി അറിയുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഭരണപരമായിട്ട് ഞാൻ ഇടപെട്ട് അദ്ദേഹമായിട്ട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പല പ്രവർത്തനങ്ങളിലും എനിക്ക് വളരെ ദുരൂഹതകളും ആശങ്കകളും തോന്നി. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ട് സംസാരിച്ചിരുന്ന ഒരു പിണറായി അല്ല യഥാർത്ഥ പിണറായി. അദ്ദേഹത്തിൻ്റെ അതെ, അത് തോന്നിയത് കൊണ്ടാണ്, പലപ്പോഴും തോന്നി, ഞാനത് പലപ്പോഴും എൻ്റെ ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നു. പക്ഷേ വീണ്ടും ഇതിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ട് രാഷ്ട്രീയമല്ലേ. അപ്പോൾ ഞാനും പലപ്പോഴും എന്നോട് പറയും അത് രാഷ്ട്രീയമാണ്, ഫണ്ട്സ് കുറവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ വിശ്വസിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർഭാടവും, പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, വിദേശ രാജ്യങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു നേരം പോലും ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ കേരളത്തിൽ അദ്ദേഹം പോയിട്ട് ഓരോ സമയം ലഞ്ചായിക്കോട്ടെ ഡിന്നറായിക്കോട്ടെ ആർഭാടത്തോട് ലക്ഷങ്ങൾ മുടക്കിയുള്ള ഭക്ഷണം, അതുപോലെ താമസിക്കുന്ന ഹോട്ടലുകൾ 3 ലക്ഷം രൂപയും 4 ലക്ഷം രൂപയും ഒരു രാത്രിക്ക് വരുന്ന ഹോട്ടൽ റൂമുകൾ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആർഭാട ജീവിതം വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയല്ല എന്ന്. ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു പാരീസിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ബുക്ക് ചെയ്ത റൂമിന് ഏതാണ്ട് 7 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ അതേ ഹോട്ടലിൽ തന്നെ ഞാൻ താമസിക്കുന്നല്ലോ. എനിക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം എന്നെ സംബന്ധിച്ച് വ്യവസായിയാണ്, 7 ലക്ഷം രൂപയുടെ ഹോട്ടൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്നുള്ളത്. ഞാൻ സാധാരണ ഒരു 7,000 റുപ്യ അല്ലെങ്കിൽ 16 റുപ്യയിൽ കൂടുതലുള്ള ഹോട്ടലിൽ ഞാൻ താമസിച്ചിട്ടില്ല. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അത് അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ആ പൈസ ഉണ്ടെങ്കിൽ ഒരു വീട് പണിയാലോ.